NSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇന്നലെ സമുദായ നേതാക്കളെ സന്ദർശിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്തു. ഈ സുകുമാരൻ നായർക്കെതിരെ NSSന്റെ നിലപാടിനെതിരെ ഇന്നും പലയിടത്തും ഫ്ലെക്സ് ബോർഡുകളും ഉയർന്നു. തിരുവനന്തപുരം ശ്രീവരാഹത്ത് സുകുമാരൻ നായരെ അനുകൂലിച്ചായിരുന്നു ഫ്ലെക്സ് ഉയർന്നത്. ശബരിമല വിഷയത്തിലെ സർക്കാർ അനുകൂല നിലപാടിന് പിന്നാലെ NSS നേതൃത്വവുമായുള്ള പ്രശ്നപരിഹാര ശ്രമങ്ങൾ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. PJ കുര്യൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർക്ക് പിന്നാലെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ കണ്ടത്. അരമണിക്കൂർ നേരം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ നിലവിലെ രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയായി. അവരെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. അതേസമയം NSSുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ G. സുകുമാരൻ നായരെ കണ്ടതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അവരെല്ലാം ചങ്ങനാശ്ശേരിക്കാരാണ്, കോട്ടയംകാരാണ്, വളരെ സൗഹൃദം അവരെല്ലാമായിട്ടുള്ളവരാണ്. ആ ഒരു സൗഹൃദം ഒന്നും കൂടി ബലപ്പെടുത്തുന്ന സൗഹൃദ സന്ദർശനങ്ങളാണ് അവർ നടത്തുന്നത്. കോൺഗ്രസ് നേതാക്കളുടേത് സ്വകാര്യ സന്ദർശനങ്ങളാണെന്നും ഇതിനായി പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അതെല്ലാം അവർ നടത്തുന്ന വ്യക്തിപരമായ സന്ദർശനങ്ങളാണ്. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ SNDPയുടെ ആസ്ഥാനത്തോ NSSന്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും പോകുന്നതിന് വിലക്കിയിട്ടില്ല. അതിനിടെ G. സുകുമാരൻ നായരെ അനുകൂലിച്ചും വിമർശിച്ചും ഇന്നും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. തിരുവനന്തപുരം ശ്രീവരാഹത്താണ് G. സുകുമാരൻ നായരെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. നെയ്യാറ്റിൻകര, കോട്ടക്കൽ NSS കരയോഗങ്ങൾക്ക് മുന്നിൽ സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധ ബാനർ ഉയർന്നു. നെയ്യാറ്റിൻകരയിൽ ശരണം വിളിച്ചും പ്രതിഷേധം നടന്നു. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.